ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ നിലനിൽപ്പിന്റെ ആധാരം ദൈവനാമത്തിന്റെ ശക്തിയായിരുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? സഭയുടെ നിലനിൽപ്പിന്റെ ആധാരം ദൈവനാമത്തിന്റെ ശക്തിയാണ്. ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കരുത്, വ്യക്തിയുടെ പേരിലല്ല പ്രാധാന്യം, സഭയുടെ നാമത്തിന് പ്രാധാന്യം കൊടുക്കരുത്. അത് നിങ്ങളുടെ പരാജയമാണ്. ദൈവനാമത്തിന് വില കൊടുക്കുവാൻ, വില കൊടുക്കുവാൻ, അതിന് പ്രാധാന്യം കൊടുക്കാൻ ജനം തയ്യാറായ യേശുവിന്റെ നാമത്തിന് അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടും. അതനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ദൈവനാമത്തിന്റെ ശക്തിയോടുകൂടെ സഞ്ചരിച്ചവരായിരുന്നു. ദൈവനാമത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ അവരുടെ വായ്കൾ തുറക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സുന്ദരമെന്ന ഗോപുരവാതിൽക്കൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവന്റെ സൗഖ്യം നടക്കുകയാണ്. അതുമൂലം പത്രോസും യോഹന്നാനും തങ്ങൾ നേരിട്ട ഒന്നാമത്തെ ന്യായവിസ്താരം, ആ ന്യായവിസ്താര സഭയുടെ മുന്നിൽ അവർ അകപ്പെട്ടപ്പോൾ അവർ സധൈര്യം വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. അവരുടെ പ്രതിവാദ സൂക്തമായിരുന്നു അത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് കേട്ടപ്പോൾ ജനം ഞെട്ടി. കയ്യപ്പാവും ഹന്നാവും ചേർന്നിരുന്ന മഹാപുരോഹിത സംഘം ഞെട്ടി, മൂപ്പന്മാർ ഞെട്ടി, യഹൂദയിലെ പ്രമാണിമാർ ഞെട്ടി, പരീശന്മാർ ഞെട്ടി, ഹല്ലേലൂയ, സദൂക്യർ ഞെട്ടി. എന്താ കാരണം? അവരിൽ വ്യാപരിക്കപ്പെട്ട ധൈര്യത്തെ കണ്ടു. തൊട്ടടുത്ത വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, പഠിപ്പില്ലാത്തവരും സാമാന്യ ജനവുമായ ഇവരിൽ വെളിപ്പെട്ട ധൈര്യത്തെ കണ്ട് അവർ ഭയപ്പെട്ടു പോയി. എങ്ങനെ കിട്ടി ഈ ധൈര്യം? ആ ധൈര്യം ലഭിക്കപ്പെട്ടത് നസ്രയനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിലാണ്. ഇന്ന് രാത്രി ആ ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് തന്നെ ആ ന്യായവിസ്താര സഭ അവരെ വാൺ ചെയ്തു. ഇനിമേൽ യേശു കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് വാൺ ചെയ്തു. അത് ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവദാസന്മാരെ ആ കാലഘട്ടത്തിൽ ജനത്തിന് പേടി അപ്പോസ്തലന്മാരെ ആയിരുന്നില്ല, അവരിലൂടെ വ്യാപരിച്ച ദൈവനാമത്തിന്റെ ശക്തിയായിരുന്നു. അതേ ശക്തി നിങ്ങളിൽ വ്യാപരിക്കപ്പെട്ട ജനത്തിന് നിങ്ങളെ ഭയമാണ്, വിലക്കുകൾ ഏൽക്കേണ്ടി വരും, നിങ്ങൾക്കെതിരെ പ്രചരണങ്ങൾ സംഭവിച്ചു. പക്ഷേ ആത്മാവിന് രാത്രി ഞാൻ പറയുക, അസാധാരണമായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ സഭകളിൽ ഇറങ്ങി വന്ന് അതിശയം ദേശത്തിൽ നടക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവനാമത്തിന് ശക്തി കൊടുത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ശക്തി കൊടുത്ത് ശക്തനായി. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പൗലോസിനോടുകൂടെ ചേർന്ന് പറയുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു? പൗലോസ് ശക്തി കൊടുത്ത് ശക്തനായി. എന്തിന്? ജാതികളോട് സുവിശേഷം പറയാം. പൗലോസ് ശക്തി കൊടുത്ത് ശക്തനായി. എന്തിന്? ദേശത്തെങ്ങും ദൈവനാമത്തെ ഉയർത്തുവാൻ. പൗലോസ് ശക്തി കൊടുത്ത് ശക്തനായി. എന്തിന്? ഇക്കോനിയയില്, ലുസ്ത്രയില്, ബെരോവയില്, പിസിദ്ധിയയില്, മാസിഡോണിയയില് എന്ന് വേണ്ട ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ പൗലോസ് സഞ്ചരിച്ച് ദൈവനാമത്തിന് ശക്തി കൊടുത്ത് ശക്തനായി. ആ ശക്തിയായി ഇന്ന് രാത്രി ചെറുവക്കൽ കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ ഈ 4-ാം ദിനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ശക്തനായി സഭകൾ സ്ഥാപിപ്പാൻ എഫെസോസില്, കൊരിന്ത്യയില്, റോമയില്, ഫിലിപ്പയില്, തെസലോനിക്കയില് ഓരോ സഭകൾ സ്ഥാപിപ്പാൻ പൗലോസിനെ ശക്തനാക്കിയത് തന്റെ പേരിന്റെ ശക്തിയല്ല, ന്യായപ്രമാണത്തിന് വീര്യം കൊടുത്തവരെന്ന പേരിന്റെ ശക്തിയല്ല, എബ്രായരിൽ നിന്ന് ജനിക്കപ്പെട്ട എബ്രായർ എന്ന നാമത്തിന്റെ ശക്തിയല്ല, പിന്നെയോ തന്നെ വീണ്ടെടുത്ത, തന്നെ സ്പർശിച്ച, തന്റെ വിടുതലോടുകൂടെ പുറത്തു കൊണ്ടുവന്ന ആയിരങ്ങൾക്ക് ജാതികളുടെ അപ്പോസ്തലനാക്കി തീർത്ത യേശു കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ യേശു കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. പൗലോസിന്മേൽ വ്യാപരിച്ചതുപോലെ നിങ്ങളിലും അത് ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അടി കൊണ്ടപ്പോൾ ആ നാമത്തിന്റെ ശക്തി പൗലോസിൽ ചോർന്നു പോയില്ല. ആമേൻ. ചങ്ങല ധരിക്കപ്പെട്ടപ്പോൾ ആ നാമത്തിന്റെ ശക്തി ചോർന്നു പോയില്ല. ആമേൻ. ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിന്റെ ശക്തി പൗലോസിന്റെ ജീവിതത്തിൽ ചോർന്നു പോയില്ല. അധികം 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 ബലപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി യാമത്തിൽ കർത്താവ് കോട്ടയ്ക്കുള്ളിൽ ഇറങ്ങി വരികയാണ്. രാത്രിയുടെ യാമത്തിൽ കോട്ടയ്ക്കുള്ളിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. കർത്താവ് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറയുകയാണ്, പൗലോസേ, നീ എന്നെ കുറിച്ച്
പോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ഒരു ദൂത് കൈമാറുവാനുണ്ട്. പകൽ ദൈവനാമത്തിന് ശക്തി കൊടുത്താൽ രാത്രിയിൽ നീ ശക്തനായി മാറും. ഹലോ, എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പകൽ ദൈവനാമത്തിന് ശക്തി കൊടുത്താൽ രാത്രിയിൽ നീ ശക്തനായി മാറും. ജീവിതത്തിന്റെ പകൽ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ശക്തി കൊടുത്താൽ ജീവിതത്തിന്റെ രാക്കാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തനാക്കാൻ പോകുകയാണ്. എന്താ ജീവിതത്തിന്റെ പകൽക്കാലം? അനുഗ്രഹങ്ങളുള്ള പകൽക്കാലം, സമ്പത്തുള്ള പകൽക്കാലം, ആരോഗ്യമുള്ള പകൽക്കാലം, ബലമുള്ള പകൽക്കാലം, സൗകര്യങ്ങളുള്ള പകൽക്കാലം, നടപ്പിലാക്കുവാൻ കഴിവുള്ള പകൽക്കാലം. ആ പകൽക്കാലങ്ങളിൽ യേശുവിന്റെ നാമത്തിന് ശക്തി കൊടുക്കുന്ന ദൈവവചനെ, നിന്റെ ശക്തി ക്ഷയിക്കുന്ന രാക്കാലങ്ങളിൽ, നിന്റെ ബലം കുറഞ്ഞു പോകുന്ന രാക്കാലങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രിയിൽ ദർശനം കാണട്ടെ. കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ ദർശനം കാണുക. ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്ക. യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. നിനക്ക് ആരാധിക്കണമെന്ന് താല്പര്യമുണ്ടായിട്ട് ആരാധനയിൽ മുന്നോട്ട് വിടാത്ത പിശാചിന്റെ ശക്തികൾ ഇന്ന് രാത്രി ചങ്ങലകൾ അഴിയുന്നത് പോലെ യേശുവിന്റെ നാമത്തിന്റെ ശക്തികൾ അഴിയാൻ പറയാം. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. അവർ പ്രാർത്ഥിക്കുന്നോ ആരാധിക്കുന്നോ എന്നല്ല ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് രാത്രി ദൈവനാമത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന അഭിഷക്തന്മാരെ കർത്താവ് ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അത് ആത്മാവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരുമോ? രക്തം ക്ഷയം. രണ്ട്, മോള് തുടങ്ങി വെച്ച മെസ്സേജ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. രണ്ട്, ദൈവവചനത്തിന് ശക്തി കൊടുത്ത് ശക്തരാകുക. സ്വർഗത്തിൽ നിന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി അപ്രമേയമാണ്. എത്ര പേരോടൊപ്പം ആമേൻ എന്ന് പറയും? ആ വചനശക്തിയുടെ കീഴിലാണ് ഈ ദിവസങ്ങൾ ദൈവസന്നിധി നമ്മളായിരിക്കുന്നത്. ഭൂമിയിലെങ്ങും പരന്നു പരിരസിക്കുന്ന സിദ്ധാവിന്റെ ശക്തിയുടെ പ്രഭയാണ് വചനം. അവന്റെ വാക്കിനാൽ സകലതും ഉളവായതും ഉരുവായതും എല്ലാം വചനശക്തിയിൽ വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ശക്തിയ ചെറുവത്തൽ കൺവെൻഷന്റെ 4ാം ദിവസം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് രുചിച്ചറിയുന്നുണ്ട്? കല്ലു പോലുള്ള ഹൃദയങ്ങളെ ഉടച്ചു പണിയുവാൻ തക്കതായ ചുറ്റികയുടെ ശക്തിയോടെ ഇന്ന് രാത്രികൾ ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അശുദ്ധികളെ നീക്കം ചെയ്ത് പരിശുദ്ധ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അഗ്നി പോലെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ഗ്രൗണ്ടിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആത്മാവരമുള്ള ദൈവബന്ധം തിരിച്ചറിയുമെങ്കിൽ അവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. ഇനി വായ്ത്തലയുള്ള വാടിനേക്കാൾ ശക്തിയുള്ള ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ പ്രാണനെയും സന്ധിഭംഗങ്ങളെയും തുളച്ചു നിന്ന് ഹൃദയങ്ങളെ വിവേചിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ വിടുതൽ വെളിപ്പെടുത്തുവാൻ ദൈവവചനത്തിന്റെ ശക്തി ഇവിടെയുണ്ട്. ഉറപ്പുണ്ടോ? രാത്രി എത്ര പേരെ ആഗ്രഹിക്കുന്നത് വചനശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. മോശ എന്ന അഭിഷക്തൻ, വെക്കുള്ള തടിച്ച നാവുള്ള മോശ തന്റെ ആരംഭഘട്ടത്തില് കൊട്ടാരത്തിൽ നേടിയെടുത്ത കഴിവുകൾ, കായികാഭ്യാസങ്ങളിലൂടെ സമ്പാദിക്കപ്പെട്ട മസിൽ പവർ ഒരുവനെ അടിച്ചു കൊല്ലുവാൻ മാത്രം ഉതകപ്പെട്ടപ്പോൾ 40 ആണ്ടുകൾ കാത്തിരുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അവൻ പ്രാപിക്കപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി, വചനശക്തി അവന് വെളിപ്പെട്ടപ്പോൾ ആയിരങ്ങളുടെ അല്ല ലക്ഷങ്ങളുടെ ലിബറേറ്ററായി, ലക്ഷങ്ങളുടെ മോചകനായി, ലക്ഷങ്ങളെ അടിമവിക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നവനായി അവനെ കൺവെർട്ട് ചെയ്തെടുത്തതുപോലെ അഭിഷക്തരെ വചനശക്തി വെളിപ്പെടട്ടെ. അധികാരത്തോടെ മോചകരാക്കി ദേശത്തിന്റെ കാവൽക്കാരായി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളുടെ വായിൽ വചനം വേണം. നിങ്ങളുടെ സ്വന്തം വാക്കുകൊണ്ട് നടക്കപ്പെടാൻ കഴിയാത്ത അത്ഭുത പ്രവൃത്തികൾ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് അത്ഭുതമായി സംഭവിക്കുന്നു. അത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വചനശക്തി വെളിപ്പെട്ടാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ വെളിപ്പെടും. അത് മോശയുടെ അനുഭവം അതിന് സാക്ഷിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലക്ഷോപലക്ഷം വരുന്ന ജനം, ഓൾമോസ്റ്റ് 20 ലക്ഷം ആളുകൾ ഒരു മൈക്രോഫോണിന്റെ കൂടെ സഹായമില്ലാതെ ഒരേ ദിശയിൽ ചിന്തിപ്പാൻ, ഒരേ വഴിയിൽ സഞ്ചരിപ്പാൻ, ഒരേ ലക്ഷ്യത്തിൽ പോകുവാൻ ഐക്യപ്പെടുത്തിയ ശക്തി മറ്റൊന്നുമല്ല, അത് വചനത്തിന്റെ ശക്തിയാണ്. രാത്രി ആത്മാവിൽ ഞാൻ ഭൂതായി പറയുക, 100, 150, 200, 300 വിശ്വാസികളുള്ള സഭയുടെ ജനത്തെ ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ ശക്തിയാണെന്ന് എത്ര ദൈവദാസന്മാർ രാത്രി തിരിച്ചറിയുന്നുണ്ട്?
ദൈവദാസി, ഇന്ന് രാത്രി നിന്റെ ചർച്ച പ്രബലപ്പെട്ടു നിൽക്കുന്നത്, ഐക്യപ്പെട്ടു നിൽക്കുന്നത്, ഒരുമനപ്പെട്ടു നിൽക്കുന്നത് ഒരേ ഒരു കാരണത്താല് വചനത്തിന്റെ ശക്തി. ആ വചനത്തിന്റെ ശക്തിയാ ചെതുവക്കൽ കൺവെൻഷന്റെ അടയാളം. വചനം ലഭിക്കപ്പെടുന്നവർ, വചനം റിസീവ് ചെയ്യുന്നവർ ആത്മശക്തിയാൽ പുതുക്കം പ്രാപിക്കുവാനുള്ള റീസൺ ആ വചനത്തിന്റെ ശക്തി ആഴമായ തോതിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആഴമായ ശക്തിയുള്ള വചനത്തിന് അധികമായ ശക്തി കൊടുത്താൽ അളവറ്റ ശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ തുടങ്ങുകയാണ്. സഹോദര, മനുഷ്യന്റെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കും, ദൈവത്തിന്റെ വാക്ക് നിന്നെ സ്വാന്തനപ്പെടുത്തും. സഹോദരി, മനുഷ്യന്റെ വാക്ക് നിന്നെ താഴ്ത്തിവെക്കും, ദൈവത്തിന്റെ വാക്ക് നിന്നെ ഉയർത്തിവെക്കും. രാത്രിയിൽ മാന്യ മിത്രമേ, നിന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ വാക്ക് കേട്ട്, മനുഷ്യന്റെ കുറ്റപ്പെടുത്തൽ കേട്ട് ഇനി മരിച്ചാൽ മതി എന്നുള്ള നിന്റെ തീരുമാനത്തെ തിരുത്താൻ, ഇനി എനിക്ക് ജീവിക്കണമെന്ന പ്രേരണ തരുവാൻ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ആത്മഹത്യ പ്രവണതകൾ നിന്റെ ജീവിതം വിട്ട് വഴിമാറേണ്ടത് വചനം കൊണ്ട് ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടത്തുകയാ. ആ വചന ശക്തി റിസീവ് ചെയ്താട്ട് ആ വചനം കേൾക്കപ്പെടുമ്പോൾ തന്നെ എനിക്ക് മരിക്കണമെന്ന് തോന്നുന്ന ആ അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതം വിട്ടുപോകുകയാ. ദൈവദാസന്മാരെ പഴിമറച്ചിലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഞെരുക്കങ്ങളും കണ്ട് അയ്യോ ഇനി ജീവിക്കുന്നത് എങ്ങനെന്ന് ഭാരപ്പെടുന്ന ദൈവദാസനെ കുടുംബത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാത്രിയിൽ തൊടുകയാ. ആത്മാവിന്റെ ദൂത് പറയുന്നു, ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെ ബലപ്പെടുത്തേണ്ടതിന് ഈ 4-ാം ദിനം രാത്രിയിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ദൈവാത്മാവിന്റെ വചനത്തിന്റെ ശക്തി യേശുവിൻ നാമത്തിൽ ഇറങ്ങി വരികയാ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? വചന ശക്തിക്കെതിരെ മത്സരിച്ചു നിൽക്കുന്ന ദേശത്തിലെ അധിപതിയുടെ പോരാട്ടം ഇന്ന് രാത്രിയിൽ തകരപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് ഇന്ന് രാത്രിയിൽ ലഭിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വായ കർത്താവ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ കരം എങ്ങനെ ചലിക്കുന്നത് കർത്താവ് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് ഈ വചനത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ദൈവം നോക്കുന്നുണ്ട്. അത് പുറകിലിരിക്കുന്ന ആളാണ്, മുന്നിലിരിക്കുന്ന ആളാണ്, അഭിഷക്തയാക, ഇരുമ്പിന്റെ മറവിലിരിക്കുന്ന വ്യക്തിയാക, ഡ്രൈവറായി ഗ്രൗണ്ടിൽ വന്ന വ്യക്തിയാക, ആത്മാവിനെ പ്രവചിച്ചു പറയുക, നിന്നെ തൊടുവാൻ ദൈവ വചനത്തിന്റെ ശക്തി ഇറങ്ങുകയാ. കരങ്ങളെ തട്ട് ദൈവത്തെ ആരാധിച്ചോട്ടെ. ശക്തിയോടെ റിസീവ് ചെയ്താട്ട പിറകിലിരിക്കുന്നവരുടെ ശക്തിയോട് അസാധാരണമായ വചനത്തിന്റെ അധികാരം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരിക. നിങ്ങളുടെ മേൽ ഒരാൾ കൈവെക്കുമ്പോഴല്ല, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം നടക്കട്ടെ, യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. അതിനെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രിയിൽ വിട്ടുമാറോ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയോടെ ദേശത്ത് ശുശ്രൂഷിച്ച നസ്രയനായ യേശു ശക്തിയോടും അധികാരത്തോടും കൂടെയാണ് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. ആ വാക്കിന്റെ ശക്തി അസാധാരണത്വമുള്ളതായിരുന്നു. ഈ സന്ദേശത്തിന് വേണ്ടി ഞാനും മകളും കൂടെ പ്രാർത്ഥന മുറിയിലായിരുന്നപ്പോൾ ഞങ്ങൾ പരസ്പരം തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. അത് കേട്ടുകൊണ്ട് തന്നെ എൻ്റെ വൈഫും എൻ്റെ മൂത്ത മകളും ആ തർക്കത്തിൽ വന്ന് പങ്കുചേരുവാൻ ഇവിടെയായി. ഞങ്ങളുടെ വാദം ഇതായിരുന്നു, യേശുവിന്റെ വാക്കിലാണോ യേശുവിന്റെ പ്രവൃത്തിയിലായിരുന്നോ കൂടുതൽ ശക്തി? ഹലോ, യേശുവിന്റെ വാക്കിലായിരുന്നോ പ്രവൃത്തിയിലായിരുന്നോ കൂടുതൽ ശക്തി? യേശുവിന്റെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും ശക്തിയുള്ള സമഞ്ജസ സമ്മേളനമായിരുന്നു യേശുവിന്റെ ശുശ്രൂഷകൾ. ആമേൻ കേട്ടില്ല? അങ്ങനല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിന്റെ വാക്കിന്റെയും യേശുവിന്റെ പ്രവൃത്തിയുടെയും ശക്തിയുള്ള സമഞ്ജസ സമ്മേളനമായിരുന്നു. ആമേൻ പറയാൻ പറ്റുമോ? അപ്പോൾ യേശുവിന്റെ വാക്കിലായിരുന്നോ പ്രവൃത്തിയിലായിരുന്നോ ശക്തി? വാക്കിന്റെ ശക്തി പ്രവൃത്തിയായി വെളിപ്പെട്ടു. യേശു വാക്കിന് കൂടുതൽ ശക്തി കൊടുത്തപ്പോൾ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അത്ഭുത പ്രവൃത്തികൾ ഭൂമിയിൽ ഉരുവാകപ്പെട്ടു. പറയും. അപ്പൊ വാക്കിനാണോ കൂടുതൽ ശക്തി? അതാണ് വാക്കിന്റെ ശക്തി അസാധാരണമായ നിലയിൽ യേശുവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. നോക്കൂ, ഫിലിപ്പോസ് യേശുവിനെ അനുഗമിച്ചു. എന്നാ കണ്ടിട്ട്? അത്ഭുതം കണ്ടോ? അത്ഭുതം പ്രാപിച്ചു. വിടുതൽ കണ്ടോ? വിടുതൽ പ്രാപിച്ചോ? യേശുവിന്റെ ശുശ്രൂഷ അനുഭവിച്ചോ? ഇല്ല. പിന്നെ എന്നെ അനുഗമിക്കുക എന്ന ഒരൊറ്റ വാക്കിന്റെ ശക്തിയിൽ അവൻ കീഴ്പ്പെട്ടു.
എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ വാക്കിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രാജഭൃത്യനോട്, തന്നിൽ വിശ്വസിച്ച രാജഭൃത്യനോട് യേശു പറയുകയാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എന്നാ സംഭവിച്ചേ? ആ നാഴികയിൽ മൈലുകൾക്കകലെ യേശു കണ്ടിട്ടില്ലാത്ത, യേശുവിനെ കണ്ടിട്ടില്ലാത്ത, യേശു തൊടാത്ത, യേശുവിനെ തൊടാത്ത ആ മകൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റെങ്കിൽ അതൊരൊറ്റ കാരണമാണ്, അവന്റെ വാക്കിന്റെ ശക്തിയാണ്. ആ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ ഓടിയിറങ്ങാൻ പോകുകയാണ്. എത്ര പേരുടെ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? കിടക്കയെടുത്ത് നടക്ക എന്ന വാക്കിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി വർഷങ്ങളായി ഇതിനെ ഒതുക്കി വെച്ച പിശാചിന്റെ ശക്തികളെ തകർത്ത് എടുത്ത് നടക്കുന്ന അനുഭവം ഇൻ ജീസസ് നെയിം അതിപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ. കാറ്റേ അടങ്ങ, കടലെ ശാന്തമാക എന്ന വാക്കിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയെ തിരമാലകളും ഓടങ്ങളും ജീവിതത്തിലടിച്ച് മുന്നേറുവാൻ കഴിയാതെ അസാധാരണമായ തകർച്ചയിലേക്ക് പോകുന്ന ചില കുടുംബങ്ങളിൽ ആ വാക്കിന്റെ ശക്തി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അത്ര വിശ്വസിക്കുന്നു? അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഇൻ ജീസസ് നെയിം. കാറ്റേ അടങ്ങ, കടലെ ശാന്തത. നിന്റെ കുടുംബത്തെ നോക്കിയാ പറയുന്നത്. ആത്മാവിനെ ഏറ്റെടുത്ത സഹോദര, നിന്റെ ബിസിനസിനെ നോക്കിയാ പറയുന്നത്. കാറ്റേ അടങ്ങ, കടലെ ശാന്തമാക. നിന്റെ ആത്മീയ ജീവിതത്തെ നോക്കിയാ പറയുന്നത്. ആത്മാവിൽ പുഷ്ടിപ്പെടാൻ കഴിയാതെ ആരാധന നാൾക്കുനാൾ കുറച്ച് ആരുടെയോ കൺട്രോളിലാകുന്നത് പോലെ നിന്നെ ഒതുക്കി കളയുന്ന പിശാചിന്റെ ശക്തികൾ ആ കാറ്റും തിരമാറി യേശുവിന്റെ വാക്കിന്റെ ശക്തിയാൽ അതിപ്പോൾ തന്നെ തകരട്ടെ. വായികൾ തുറക്കൂ. യേശുവിന്റെ നാമത്തിൽ ബാലേ എഴുന്നേൽക്ക എന്ന വാക്കിന്റെ ശക്തിയാ ചില കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോകുകയാ. മകനെ നീ എഴുന്നേൽക്കാൻ പോകുകയാ. ബാലേ എഴുന്നേൽക്ക എന്ന വാക്കിന്റെ ശക്തി തുറന്നു വരിക എന്ന വാക്കിന്റെ ശക്തിയാ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്റെ ജീവിതത്തിൽ ചിലത് തുറന്നു വരാൻ പോകുകയാ. ഇപ്പോൾ തന്നെ റിസീവ് ചെയ്യൂ. അവസാന നിമിഷത്തേക്ക് മാറ്റരുത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ദൈവാത്മാവ് ആരോടോ പ്രവചിക്കുകയാ. സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നാൾക്കുനാൾ നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആരോ വെച്ച മുഖത്തിന്റെ അധികാരം, ചുമടിന്റെ ബലം യേശുവിന്റെ നാമത്തിൽ കൊട്ട വിട്ടൊഴിയുന്നത് പോലെ ഇന്നു രാത്രി ഇത് പുറത്തു വരാൻ പോകുകയാ. അതിനെ തകർക്കുന്ന അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ ഒരസാധാരണ വിടുതൽ വെളിപ്പെടുകയാ. വായികൾ തുറന്ന ദൈവത്തെ ആരാധിച്ചാട്ട് ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ സംഭവിക്കപ്പെടട്ടെ. നിന്നെ തകർക്കുവാൻ ശത്രു കൊണ്ടുവന്ന അധികാരത്തെ തകർത്ത് ലാസറേ പുറത്തു വരിക. ആ ശബ്ദത്തിന്റെ കാതിൽ രാത്രി മുഴങ്ങാൻ പോകുകയാ. നിന്റെ തലമുറ ആയിരിക്കും മുഴങ്ങാൻ പോകുകയാ. ചില ലാസർ ജീവൻ വെച്ച് പുറത്ത് വന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. കരകളെ തട്ടി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് വായികളെ തുറന്ന് അന്യഭാഷകളോടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലെ വാക്കിന്റെ ശക്തിയെ കരങ്ങളെ തട്ടി റിസീവ് ചെയ്താട്ട് ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. എവിടെ? എഫെസോസിൽ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. കാരണം ദൈവദാസന്മാർ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. അയ്യോ, ചെറുവക്കൽ നടക്കുന്നു അത് തന്നെയാ. ചെറുവക്കൽ കൺവെൻഷന്റെ പ്രത്യേകത അത് തന്നെയാ. ആരും ആരാധിപ്പിക്കേണ്ട വചനശക്തിയെ റിസീവ് ചെയ്യുന്ന, അതിനോട് ശക്തമായി പ്രതികരിക്കുന്ന ദൈവ പൈതൽ കർത്താവിന്റെ നാമത്താലുള്ള വിടുതൽ യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുകയാ. വിശ്വാസമുണ്ടോ? പരന്ന് പ്രബലപ്പെട്ടു. എന്ത്? ദൈവവചനത്തിന്റെ ശക്തി. അതിന് കാരണമുണ്ട്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു അഭിഷക്തൻ ഉണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ ആവശ്യവും അതുതന്നെയാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പറഞ്ഞ് നാവ് തുറന്ന ദൈവവചനത്തിന് ശക്തി കൊടുത്ത് മുന്നേറാൻ കഴിയുന്ന ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കപ്പെട്ടാൽ അസാധാരണ അത്ഭുതങ്ങൾ ദേശത്ത് നടക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിലെ എഫെസോസിൽ വചനം ശക്തിയോടെ പറഞ്ഞ് പ്രബലപ്പെട്ടപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ സെമിനാരി തുറന്നോസിന്റെ പാഠശാലയിൽ 2 വർഷത്തെ അസാധാരണമായ സംവാദിച്ചും നിർബന്ധിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് വചന ശുശ്രൂഷ നടത്തിയ അപ്പോസ്തലനായ പൗലോസ് തുറന്നോസിന്റെ പാഠശാലയിൽ വചനത്തിന്റെ തീ കത്തിയപ്പോൾ പൗലോസിന്റെ മുകളിലിട്ടിരുന്ന റൂമാരിൽ ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടു.
വിശ്വാസമുണ്ടോ? അത് നമ്മളിൽ നടക്കും. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുന്നു. പൗലോസിന്റെ നീടലിന്മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ, ദേശത്തിൽ അത്ഭുതം നടക്കാൻ കാരണമായെങ്കിൽ ആത്മാവിൽ നൂലൈൻ സെമിനാരിയോട് ഞാൻ പ്രവചിച്ചു പറയുകയാ. തുറന്നോസിന്റെ പാഠശാല പോലെ വചനത്തിന്റെ തീ ഈ ക്യാമ്പസിൽ കത്തപ്പെട്ടാൽ യേശുവിന്റെ നാമത്തിൽ രാജീവ് സാർ, ഇതിനേക്കാൾ അസാധാരണമായ ദൈവിക ശുശ്രൂഷയുടെ അധികാരം ഈ ദിവസങ്ങളിൽ ഫാക്കൽറ്റിയിൽ പകരപ്പെടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിന്റെ ആത്മാവിൽ യങ് പാസ്റ്റേഴ്സിനോട് വിശ്വാസത്തോടെ പ്രവചിച്ചു പറയുന്നു, ആയിരങ്ങളുടെ ലിബറേറ്ററായി നിങ്ങൾ പുറത്തു വരേണ്ടതിന് നിങ്ങളുടെ നാവിന്മേൽ ദൈവവചനത്തിന്റെ ശക്തി അറിയുന്നു. ഇപ്പോൾ തന്നെ റിസീവ് ചെയ്യൂ. യേശുവിന്റെ നാമത്തിൽ ജനം ദൈവത്തെ ആരാധിക്കട്ടെ. ആരും കാഴ്ചക്കാരായിരിക്കരുത്. അസാധാരണമായ ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാ. തുറന്നോസിന്റെ പാഠശാല പോലെ നിങ്ങളുടെ സഭകൾ മാറാൻ പോകുകയാ. എന്തിനെ കുറിച്ചാ നിങ്ങളുടെ സഭയിലെ സംവാദം? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എന്തിനെ കുറിച്ചാ നിങ്ങളുടെ സഭയിലെ സംവാദം? എന്തിനെ കുറിച്ചാ നിങ്ങൾ സമ്മതിപ്പിക്കുന്നത്? വചന സംബന്ധമായ ഒരു സംവാദം പരിശുദ്ധാത്മ നടത്തിപ്പിൽ നിന്റെ സഭയിലുണ്ടെങ്കിൽ ആയിരങ്ങൾ യേശുവിനെ അറിയാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ കൃപ ദൈവജനം പ്രാപിക്കാൻ പോകുകയാ. വചനശക്തി വെളിപ്പെടട്ടെ. വചനത്തിന് ബഹുമാനം കൊടുക്കൂ. വചനത്തെ റെസ്പെക്ട് ചെയ്യൂ. വചനത്തിന് മുഖ്യത്വം കൊടുക്കൂ. വചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കൂ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മൂലം, നിങ്ങളുടെ വചനം മൂലം ദൈവ പ്രവൃത്തി ദേശത്തിൽ വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ വിടുതലേറ്റെടുത്താട്ട് വചനം തൊടുകയാ. വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഏത് വശത്തിരുന്നാലും നിന്റെ മാരക രോഗങ്ങൾ, നിന്റെ ശരീരത്തെ അലട്ടുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ദൈവദാസന്മാരിൽ അസാധാരണ അഭിഷേകം ഇറങ്ങട്ടെ. അവർ കൈവെക്കുമ്പോൾ വചനത്തിന് ശക്തി കൊടുത്ത അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ വിടുതൽ വെളിപ്പെട്ടെങ്കിൽ, ഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ, ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾ വിളിച്ചു പറയുന്ന ദൂതുകളെ കേൾക്കുന്ന ജനം അവരുടെ ശരീരത്തിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഭൂതങ്ങളുടെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുകയാണ്. പിറകിലിരിക്കുന്ന ചിലരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. അസാധാരണമായ ഒരു അഭിഷേക സഹോദരി നിന്റെ മേൽ ഇറങ്ങി വരുന്നു. അസാധാരണമായ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി വരുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ശക്തിയോടെ ക്ഷീണിക്കരുത്. ബലം കുറയരുത്. ശക്തി കൊടുത്ത് ശക്തരാകൂ. ശക്തിയെ പ്രഘോഷിച്ച് ശക്തരാകൂ. In Jesus' name. Hallelujah. യേശുവേ നന്ദി. അവിടുത്തെ വചനത്തിന്റെ ശക്തിക്ക് നന്ദി. 3 വേഗത്തിൽ പോകാം. 3 ദൈവത്തിന്റെ വലങ്കരത്തിന് ശക്തി കൊടുത്ത് ശക്തരാകുക. ദൈവത്തിന്റെ വലങ്കരത്തിന് ശക്തിയുണ്ടോ? വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 118, 15, 16 വാക്യങ്ങൾ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. 20-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ദൈവത്തിന്റെ വലങ്കരത്തിന് ശക്തിയുണ്ട്. ഹലോ, ആമേൻ പറയൂ. അത് വീര്യം പ്രവർത്തിപ്പാനുള്ള ശക്തി ദൈവത്തിന്റെ വലങ്കരത്തിനുണ്ട്. രക്ഷാകരമായ വീര്യം പ്രവർത്തിപ്പാൻ എന്താ വായിച്ചു കേട്ടത്? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. കാരണം ദൈവത്തിന്റെ വലങ്കരത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വലങ്കരത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ അസാധാരണത്വമുള്ളത് ജീവിതത്തിൽ നടക്കും. ഉറപ്പുണ്ടോ? ഈ 2019 തീരുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഈ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ അവന്റെ വലങ്കരത്തിന്റെ ശക്തിയാൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പഠന മണ്ഡലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്.
എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിന്റെ 11 വാക്യമാണ്. വായിച്ചു കേൾക്കാം. പുറപ്പാട് 32:11. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയെ അപേക്ഷിച്ചു പറഞ്ഞത്, ശ്രദ്ധിച്ചു കേൾക്കണമേ, യഹോവേ, നീ ബഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം. ആരാണ് മിസ്രയീം ദേശത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്നത്? ഹലോ, പറയൂ. മോശയാണോ? മോശയാണെന്ന് നമ്മൾ പറയും. പക്ഷെ മോശ പറയുന്നു, കർത്താവേ, നിന്റെ ഭുജവീര്യം കൊണ്ട്, നിന്റെ വലങ്കരം കൊണ്ട്, നിന്റെ വലങ്കരം നീട്ടി എന്റെ ജനത്തെ അല്ല, നിന്റെ ജനത്തെ നീ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. മോശ തന്നെ പ്രൊജക്ട് ചെയ്തില്ല. അതിലും വലിയ അല്ലേലിയ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ആത്മാവിൽ പറയുക, മോശ തന്നെ പ്രൊജക്ട് ചെയ്തില്ല. മോശ തന്റെ കയ്യിലിരുന്ന വടിയെ പ്രൊജക്ട് ചെയ്തില്ല. ചെയ്തിരുന്നു എങ്കിൽ മോശ പ്രൊജക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ വലങ്കരത്തെയാ. ദൈവത്തിന്റെ വലങ്കരത്തിന്റെ വലിപ്പത്തെ അറിഞ്ഞ വിക്കുള്ളവന്റെ വലങ്കരത്തിലിരുന്ന വളഞ്ഞ വടി വൻകാര്യം ചെയ്യാൻ വലുതായെങ്കിൽ ഇന്ന് രാത്രി അതേ ദൈവശക്തി ഈ പന്തലിരിക്കുന്നവരെ തൊടുവാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്? ആത്മാവിൽ ഞാൻ പറയുക, ദൈവത്തിന്റെ വലങ്കരത്തിന് ശക്തി മോശ കൊടുത്തപ്പോൾ അവന്റെ ബലഹീന വലങ്കര ശക്തിയുള്ളതായി മാറി. ജീവനില്ലാത്ത വടിയ കയ്യിൽ വെച്ചപ്പോൾ ആ വടി അത്ഭുതം ചെയ്യാൻ തുടങ്ങി. കൊട്ടാരത്തിൽ വിടുതലുകൾ നടക്കാൻ തുടങ്ങി. മന്ത്രവാദികളുടെ മുട്ടുകൾ ഇടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? വലങ്കരത്തിന്റെ ശക്തിയുള്ള ദൈവം തന്റെ ദാസന്റെ വലങ്കരത്തിൽ ശക്തി കൊടുത്തപ്പോൾ, ആ വലങ്കരം ഉയർത്തിപ്പിടിച്ചപ്പോൾ അമാലേക്യർ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മനിറവുള്ള ദൈവമായത് നിങ്ങളുടെ വലങ്കരങ്ങൾ, വിശുദ്ധ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് അവന്റെ നാമത്തിൽ വിജയത്തെ പ്രഖ്യാപിക്കേ. അവന്റെ വലങ്കരത്തിന് ശക്തി കൊടുക്കൂ. നിങ്ങൾ ശക്തരാകാൻ പോകുകയാ. വലങ്കരത്തിന് ശക്തി കൊടുക്കൂ, ശക്തരാകാൻ പോകുകയാ. അതിനെതിരെ നിൽക്കുന്ന പിശാചിന്റെ അധികാരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. നിങ്ങളുടെ ബലഹീന കരങ്ങളിൽ ഇന്ന് രാത്രിയിൽ വിടുതലിന്റെ ശക്തി ഇറങ്ങാൻ പോകുകയാ. ലിറ്ററലി പരിശുദ്ധാത്മാ പറയുന്നു, ബലഹീനമായ വലങ്കരവുമായി വന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. കരം ഉയർത്തുവാൻ കഴിയാതെ വലങ്കരത്തെ ക്ഷീണവുമായി ഇന്ന് രാത്രി നീ വന്നെങ്കിൽ യേശുവിന്റെ വലങ്കരത്തിന്റെ ശക്തി ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഉറക്ക വായി തുറന്ന് പറഞ്ഞേ. എന്നിട്ട് പതുക്കെ 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 നിന്റെ കരം ഒന്ന് ഉയർത്തി നോക്കിയേ. നെർവിന്റെ സ്ട്രെയിനുകൾ മാറാൻ പോകുകയാ. മസിലിന്റെ വീക്ക്നെസ് മാറാൻ പോകുകയാ. ഇപ്പോൾ തന്നെ നിന്റെ വലങ്കരത്തിൽ ശക്തി വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ശക്തി വന്ന് നിങ്ങൾ കൈ വെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. നിങ്ങൾ കരം വെക്കുമ്പോൾ ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പോകുകയാ. വലങ്കരം ഉയർത്തി ഇന്ന് രാത്രി വിജയം പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഭവനത്തിൽ, ജോലി മണ്ഡലത്തിൽ നിങ്ങളുടെ വിശുദ്ധ വലങ്കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി വിടുതൽ പ്രഖ്യാപിക്കുക. എത്ര ദൈവമായിട്ട് തയ്യാറാകുന്നുണ്ട്? അടുത്തടുത്തിരിക്കുന്നവർ കരങ്ങളെ ഒന്ന് കോർത്തു പിടിച്ചാട്ട്. വെറുതെ പിടിക്കുകയല്ല, കോർത്തു പിടിക്കണം, കോർത്തു പിടിക്കണം. എങ്ങനെ നിങ്ങൾക്ക് സൗകര്യമായി കോർത്തു പിടിക്കാൻ കഴിയുമോ അടുത്തടുത്തിരിക്കുന്നവർ വലങ്കരയൊന്ന് കോർത്തു പിടിച്ചാട്ട്. എന്നിട്ടതൊന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ടതൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വിഷയമാണെങ്കിൽ അതിന് പ്രതികരിക്കുവാൻ വായികൾ തുറക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കരങ്ങളെ കോർത്തു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാ പറയുന്നു, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിപ്പാൻ ഞാൻ നിന്റെ വലങ്കരത്തിന് ശക്തി തരും. വാതിലുകൾ നിന്റെ മുന്നിൽ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. കതകുകൾ നിന്റെ മുന്നിൽ അടയാതിരിക്കേണ്ടതിന് ദൈവം നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. നീ തുടങ്ങി വെച്ചത് പൂർത്തീകരിപ്പാൻ ബലഹീനമായ നിന്റെ വലങ്കരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പിടിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി 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 ദൈവത്തിന്റെ നാമത്തിന് നന്ദി പറഞ്ഞാട്ട് നിങ്ങളുടെ കരങ്ങൾ വിശ്വാസത്താൽ തുടങ്ങി വെച്ചത് ദൈവദാസന്മാരെ സെരുബാബേലിനോട് പറഞ്ഞ അതേ ദൈവത്തിന്റെ ആലോചന. നിങ്ങളുടെ വലങ്കരം വിശ്വാസത്താൽ തുടങ്ങി വെച്ചത് നിങ്ങളുടെ കരം തന്നെ അത് തീർക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വലങ്കരം തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച പൂർത്തീകരിക്കാത്ത പദ്ധതികളെ പൂർത്തീകരിക്കാൻ പോകുകയാ. നിങ്ങൾ അടിസ്ഥാനമിട്ട സഭയുടെ പണി നടക്കാൻ പോകുന്നു.
നിങ്ങൾ കുറ്റിയടിച്ച് വേർതിരിച്ച വസ്തുവിനകത്ത് ആലയം ഉയരാൻ പോകുന്നു. ഓ, വിശ്വസിച്ചാട്ടെ. നിങ്ങൾ പോയി ഒറ്റുനോക്കുന്നത് പോലെ കണ്ട് ആ സ്ഥലത്തെ ദൈവം നിനക്ക് അവകാശമായി തരുവാൻ പോകുന്നു. സ്വീകരിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് റിസീവ് ചെയ്യട്ടെ. അവന്റെ വലങ്കരത്തിന്റെ ശക്തി ഇവിടെ ഉയരുകയാ. ഇസ്രായേലിന് പാപമോചനവും മാനസാന്തരവും നൽകുവാൻ ദൈവം തമ്പുരാൻ അവന്റെ പുത്രനായ യേശുവിനെ തന്റെ വലങ്കരത്താൽ ഉയർത്തിപ്പിടിച്ച് ചെറുവക്ക കൺവെൻഷൻ ഈ 4-ാം ദിനം രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പാപികൾക്ക് മോചനം നൽകുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഇന്ന് രാത്രി നിന്റെ വലങ്കരത്തെ കർത്താവ് തൊടുന്നു. ഇപ്പോൾ തന്നെ മകനെ ദൈവം നിന്റെ കരത്തെ തൊടുകയാ. അടുത്ത വഴി ഏതെന്നറിയാതെ കുഴങ്ങുന്നതിന്റെ വിഷയത്തിന്മേൽ നിന്റെ വിവാഹത്തെ കുറിച്ചുള്ള സംശയങ്ങളെ മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ വലങ്കരത്തെ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ. 4, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ഘോഷിച്ച് ശക്തരാകുക. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ബി പാർട്ട് വായിച്ചു നൽകാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ നിലനിൽപ്പ്. എത്രയും സ്വത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയം കൊണ്ടാ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നീ വരുവാനിടയായത്. അതെന്താ? യേശുവിന്റെ രക്തത്തിന്റെ ശക്തി മറ്റേത് ശക്തിയെക്കാളും വലുതായിരിക്കുന്നത്. മനുഷ്യന്റെ രോഗം മാറ്റുവാൻ മെഡിക്കൽ സയൻസിന്, മെഡിസിന്, ഡോക്ടർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞെന്നിരിക്കാം. മനുഷ്യർക്കിടയിലുള്ള തർക്കങ്ങൾ അത് തീർക്കാൻ നിലവിലുള്ള ഭരണഘടനയ്ക്കോ നീതിന്യായ വ്യവസ്ഥിതിക്കോ ജുഡീഷ്യറിക്കോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് ഒരു പരിധി വരെ കഴിഞ്ഞെന്നിരിക്കാം. പക്ഷെ മനുഷ്യന്റെ പാപം പോക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതിന് കഴിയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കാൽവറിയിലെ പുണ്യാഹ രക്തത്തിന്റെ ശക്തി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് സന്തോഷമുണ്ട്? നിന്നെ വീണ്ടെടുത്ത് പാപങ്ങളെ പോക്കി നിന്നെ ശുദ്ധീകരിച്ച് മക്കളും അവകാശികളും ആക്കിയ ശക്തി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. വായി തുറന്ന് പറയൂ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. എല്ലാവരും വായി തുറന്ന് പറയൂ. വേർപാടിന്റെ നടിച്ചുവർ ഇരിച്ചു കളഞ്ഞ ശക്തി. വായികൾ തുറന്ന് ഇങ്ങനെയല്ല, ശക്തിയോടെ പറയണം. അപ്പോൾ തന്നെ വിടുതൽ നടക്കാൻ പോകുകയാ. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ ശക്തി, നമ്മെ ഒന്നാക്കി തീർത്ത ശക്തി, പുതു മനുഷ്യനാക്കി തീർത്ത ശക്തി, ഇരുപക്ഷത്തെയും ഒന്നാക്കിയ ശക്തി, ശത്രുത്വം ഇല്ലാതാക്കിയ ശക്തി, ധൈര്യത്തോളം കൃപാസനത്തോളം അടുത്തിയെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശം നൽകി തന്ന ശക്തി, ദൈവ മകൾ എന്ന പേരു തന്ന ശക്തി, ദൈവത്തിന്റെ മകൻ എന്ന ലേബൽ തന്ന ശക്തി. സന്തോഷമുണ്ടോ? യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ വിടുതലുണ്ട്. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. ഒരു വിശ്വാസിയുടെ ആത്മമന്ത്രമാണ് യേശുവിന്റെ രക്തം ചെയ്യും. ഒരു വിശ്വാസിയുടെ ആത്മമന്ത്രം. കുഞ്ഞുങ്ങളെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10 പ്രാവശ്യത്തിൽ കുറയാതെ യേശുവിന്റെ രക്തം ചെയ്യാൻ കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് നിങ്ങളുടെ കിടക്കം വരുമെന്ന് പറഞ്ഞു നോക്കി. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഡൈവേർട്ട് ചെയ്യുന്ന പിശാചിന്റെ അധികാരം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വിട്ടുപോകുകയാണ്. മാതാക്കളെ, നിങ്ങളുടെ മക്കളുടെ തലയെ കൈവച്ചിട്ട് എല്ലാ ദിവസവും പറയണം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. അതിൽ അവരെ മുദ്രയിടണം, അവരെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ, അവരുടെ വിദ്യാഭ്യാസം തൊടാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കരങ്ങളെ തട്ടി 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 ശക്തിയോടെ ഇരുകരങ്ങളും അടിച്ച് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ബ്രദർ, അത് നിങ്ങളെ തൊടുകയാ. പാപത്തിന്റെ അധികാരം ഇപ്പോൾ തന്നെ തകരാൻ പോകുകയാ. അവിചാരിതമായിട്ട് ഗ്രൗണ്ടിൽ നീ വന്നത്, പക്ഷെ നീ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഉല്ലാസത്തിന്റെ ഘോഷവുമായി നീ മടങ്ങിപ്പോകാൻ പോകുകയാ. യേശുവിന്റെ രക്തം. വായികൾ തുറന്നു പറയൂ, യേശുവിന്റെ രക്തം.
യേശുവിന്റെ രക്തത്താൽ ജയം. ഈ ഗ്രൗണ്ടിനെതിരെ വാദിച്ചു നിൽക്കുന്ന എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ വെട്ടുകയോ. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. നിങ്ങൾക്കറിയുമോ, പിശാചിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് യേശുവിന്റെ രക്തത്തെയാ. ഹല്ലേലൂയ. അതാ യേശുവിന്റെ രക്തം ജയം എന്ന് പറയുമ്പോൾ പിശാച് ഓടുന്നത്. അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അങ്ങനെ ആയുധങ്ങളില്ലാതെ യേശുവിന്റെ രക്തം പറഞ്ഞ് ജയമെടുത്തു പോകുന്ന വിശ്വാസിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ ഇന്നു രാത്രിയിലും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടട്ടെ. 5, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ആ ശക്തിക്ക് ശക്തി കൊടുത്ത് അതിനെ പ്രഘോഷിച്ച് ശക്തരാകുക. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പ്രഘോഷിച്ച് ശക്തരാകുക. ഉയർപ്പിന്റെ ശക്തിയെ പ്രഘോഷിച്ച് ശക്തരാകുക. വാക്കിലും പ്രവൃത്തിയിലും അധികാരത്തോടെ ശക്തിയോടെ ദൈവിക ശുശ്രൂഷയിൽ അഭിഷക്തനായ യേശുവിന്റെ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ്. വിശ്വാസമുണ്ടോ? അത് വാക്കിന്റെ ശക്തിയേക്കാൾ വലുതായിരുന്നു. അല്ലെങ്കിൽ അത് പ്രവൃത്തിയുടെ ശക്തിയേക്കാൾ വലുതായിരുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടണം. യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. സത്യം, സത്യം, സത്യം. പക്ഷേ ആ ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, ചെറുവക്കൽ കൺവെൻഷൻ വ്യർത്ഥം, നമ്മുടെ ആരാധന വ്യർത്ഥം, നമ്മൾ പണം മുടക്കുന്നത് വ്യർത്ഥം, നമ്മൾ ദൈവസേവ വ്യർത്ഥം, നമ്മുടെ ഭക്തി വ്യർത്ഥം. എന്നാൽ അതൊന്നും വ്യർത്ഥമായി തീരാതെ 3-ാം നാൾ പാതാള കോട്ടകളെ തകർത്തുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് കാവൽക്കാരെ നിഷ്പ്രഭരാക്കി കല്ലറയുടെ വാതിൽ വെച്ച കല്ലുകളെ ഉരുണ്ടുമാറ്റി നസ്രയനായ യേശു പുറത്തു വന്നു. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വെളിയിൽ വന്നു. ഇന്ന് രാത്രി ആയിരങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ചിലർ പുറത്തു വരാൻ പോകുകയാ. ആത്മാവിൽ ഞാൻ പറയുകയാ, ആയിരങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഉയർപ്പിന്റെ ശക്തിയെ വിളിച്ചു പറയുന്ന അഭിഷക്ത് ഉയർപ്പിന്റെ ശക്തിയോടെ പുറത്തു വരുമ്പോൾ ആയിരങ്ങൾ ഞെട്ടാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ പ്രാപിക്കണം. ഉയർപ്പിന്റെ ശക്തിയില്ലാതെ ആരും ഈ ഗ്രൗണ്ട് വിട്ട് മടങ്ങിപ്പോകരുത്. ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ ഇതുവരെ നടക്കാത്ത അസാധാരണമായ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാൻ അത് ശക്തമാണ്. അത് അറിഞ്ഞ് ഇന്ന് രാത്രി കർത്താവേ, നിന്റെ ഉയർപ്പിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളുടെ മേൽ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ സഭയില്, ഞങ്ങളുടെ ദേശത്തില്, ചെറുവക്കൽ ദേശത്തില്, ഞങ്ങളുടെ പട്ടണത്തില് അത് വെളിപ്പെടുത്തണമേ എന്ന് ആത്മനിർമ്മല ദൈവവചന ശക്തിയോട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുക. ശക്തി കൊടുക്കൂ, ശക്തരാകും. ഉയരറ്റതിനെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയുടെ അധികാരം ഈ 4-ാം ദിനം ഗ്രൗണ്ടിലുണ്ട്. അത്ര ആത്മാവിൽ അത് തിരിച്ചറിയുന്നുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾക്കണേ. എന്നെ വളരെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ. എന്താ കേട്ടത്? ജഡം സംബന്ധിച്ച് ഭൂമിയിൽ യേശു ജനിക്കപ്പെട്ടപ്പോൾ, ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ജഡം സംബന്ധിച്ച് ഭൂമിയിൽ യേശു ജനിക്കപ്പെട്ടപ്പോൾ മനുഷ്യപുത്രൻ എന്ന നിർണയം. എന്നാൽ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവപുത്രൻ എന്ന സംശയം കൂടാതെ ഡബിൾ നിർണയം. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിൽ കൂടുതൽ എന്നെ തെളിച്ചു പറയാൻ സാധ്യമല്ല. ഒന്നുകൂടെ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയാം. യേശു ഭൂമിയിൽ ജനിക്കപ്പെട്ടപ്പോൾ മനുഷ്യപുത്രൻ എന്ന നിർണയം. യേശു കല്ലറകളെ ഭേദിച്ച് പാതാളക്കൊട്ടയെ തകർത്ത് പുറത്തു വന്നപ്പോൾ അതുവരെയുള്ള സംശയങ്ങളെ മാറ്റി യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന സ്പഷ്ടമായ നിർണയം. യേശു രോഗിയെ സൗഖ്യമാക്കി. പക്ഷെ ദൈവപുത്രൻ എന്ന നിർണയം പരിപൂർണമായി വെളിപ്പെട്ടില്ല. സംശയാലുക്കൾ അനവധിയായിരുന്നു.
യേശു കുരുടകളുടെ കണ്ണു തുറന്നു. അവിടെയും ദൈവപുത്ര നിർണയത്തിന് ആളുകൾ തയ്യാറായില്ല. സംശയാലുകൾ എന്തിനേറെ അധികം പറയണ്ട, കല്ലറയിൽ വെച്ച് അടയ്ക്കുന്നത് വരെ, മുദ്ര ചെയ്യുന്നത് വരെ ആ സംശയം അങ്ങനെ തന്നെ നിന്നു. എന്നാൽ മനുഷ്യന് മുന്നിലുണ്ടായ സന്ദേഹങ്ങളെ നിവാരണം ചെയ്യാൻ, സംശയങ്ങളെ ദൂരീകരിപ്പാൻ ഉയർപ്പിന്റെ ശക്തിയോട് യേശു ക്രിസ്തു പുറത്തു വന്നപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന നിർണയമായി. നീ ആരാധിക്കുന്നത് ദൈവപുത്രനെയാണെന്ന് ആളുകളുടെ സംശയം മാറണമെങ്കിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടണം. ഹലോ, മനസ്സിലായോ? നീ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് ജനം തിരിച്ചറിയുന്നത്. ഇന്ന് രാത്രിയിൽ നീയും നിന്റെ കുടുംബവും മനുഷ്യരുടെ മുന്നിൽ വെച്ച് വെച്ചിരിക്കുന്ന നൂറുകണക്കിന് സംശയങ്ങളുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പഠിപ്പിനെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, കെട്ടുപടികളെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ജോലി മണ്ഡലങ്ങളെക്കുറിച്ച്, സഭയെക്കുറിച്ച്, സുസൂചിയെക്കുറിച്ച് ആളുകൾക്കെന്നും പല സന്ദേഹങ്ങളുണ്ട്. ആത്മാവിൽ ഞാൻ പറയുന്നു, ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ട ഞൊടിയിടയിൽ വിത്തിൻ സെക്കൻഡ്സ് നീ ചില ബന്ധനങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ സംശയങ്ങൾ മാറാൻ പോകുകയാണ്. നിങ്ങൾ ദേശത്തിൽ വെച്ച സംശയം യേശുവിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ? എങ്ങനെയാണ് നിങ്ങളതിനെ വിവക്ഷിക്കുന്നത്? കഷ്ടാനുഭവങ്ങളോട്, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോട് ഒരുവൻ കൂട്ടായ്മയായി എന്ന് പറയുന്നത് എന്താ അർത്ഥം? ജലത്തിൽ സാക്ഷീകരിച്ച് യേശുവിന്റെ മരണ പുനരുദ്ധാന അടക്ക പുനരുദ്ധാനങ്ങളോട് അങ്ങനെ ഏകീഭവിച്ച് പുറത്തു വരുന്നതാണോ? അത് മാത്രമാണോ? തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു ധ്യാനത്തോടെ യേശുവിന്റെ കാൽവരി മരണത്തെ ഓർത്ത്, അവൻ അടിക്കപ്പെട്ടതിനെ ഓർത്ത്, അവൻ ക്രൂശിക്കപ്പെട്ടതിനെ ഓർത്ത്, നമുക്കായി തകർക്കപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ അവന്റെ ക്രൂശിനെ ധ്യാനിച്ച് പാപമോചനം ലഭിക്കപ്പെട്ട ദൈവപദൻ വിശുദ്ധിയോടെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതാണോ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുടെ സമ്പൂർണത? അല്ല. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുടെ സമ്പൂർണത വെളിപ്പെടണമെങ്കിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടണം. അംഗീകരിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഉഴപ്പം മട്ടിൽ ഉണങ്ങിയ ആരാധന വെച്ച് തിരുവത്താഴം എടുത്ത് പോകുന്നതല്ല കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. നിന്നിൽ ആ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടണം. പുനരുദ്ധാനത്തിന്റെ ശക്തിയില്ലാത്തവൻ തിരുവത്താഴത്തെ ശുശ്രൂഷയിൽ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയായെന്ന് നിർണയിച്ചാൽ അത് തെറ്റാണ്. അത് നിങ്ങളുടെ പരാജയമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിന്റെ ആളവറ്റ, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്ന അധികാരങ്ങൾ നിങ്ങളുടെ ജീവിതം വിട്ട് മാറാൻ പോകുകയാണ്. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി പല നാളുകൾ ആഗ്രഹിച്ചത് സംഭവിക്കാത്തത് നിങ്ങളുടെ സംശയങ്ങളെ നിരൂപണം മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർ ആത്മാവിന് അത് തിരിച്ചറിയുന്നുണ്ട്? ആ ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ഹല്ലേലൂയ. നമ്മൾ ഉയർപ്പിന്റെ ശക്തിയാൽ ശക്തരായാൽ അനേകർ നാം മൂലം ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അറിയാൻ പോകുകയാണ്. അവരും ശക്തി പ്രാപിക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ചെറുവക്കൽ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നവർ ഉയർപ്പിന്റെ ശക്തിയിൽ ദൈവത്തോടൊപ്പം ആകപ്പെട്ടാൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങൾ ചെല്ലുന്ന പട്ടണങ്ങൾ, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ആയിരങ്ങൾ ഉയർപ്പിന്റെ ശക്തിയെ റിസീവ് ചെയ്യുന്നത് ആത്മാവിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഒരുക്കൊണ്ടോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു രൂപാന്തരത്തിന്റെ ശക്തിക്കായി? എത്ര പേർ ഇന്ന് രാത്രിയിൽ പുതുക്കം പ്രാപിക്കാൻ താല്പര്യമുണ്ട്? പഴയ ശക്തിയല്ല, രക്ഷിക്കപ്പെട്ട സമയത്തെ ശക്തിയല്ല, സ്നാനപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ശക്തിയല്ല. അസാധാരണമായി 35 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, ഇതുവരെ പ്രാപിക്കാത്തൊരു ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ ഞാനത് കാണുകയാണ്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് കണ്ടാട്ട ഉയർപ്പിന്റെ ശക്തി ഗ്രൗണ്ടിൽ വെളിപ്പെട്ടാൽ ചിലരെ ഒതുക്കി വെച്ച ശത്രുവിന്റെ അധികാരങ്ങളെ തകർത്തിട്ട് യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രിയിൽ പുറത്തു വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഉയർപ്പിന്റെ ശക്തി വീട്ടിൽ വെളിപ്പെടുകയാ, ചില ഹോസ്പിറ്റലുകളിൽ വെളിപ്പെടുകയാ,
നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ വെളിപ്പെടാൻ പോകുകയാ. നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നു. ഉയർപ്പിന്റെ ശക്തി കല്ലറ പോലെ ചീഞ്ഞു നാറിയ ചിലതിന് ഇന്നു രാത്രി ദൈവത്തിന്റെ ശക്തിയാൽ സുഗന്ധം വമിക്കുന്നതായി പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ആമേൻ, 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 ആമേൻ. അയൽപക്കക്കാർ തീർന്നെന്ന് പറഞ്ഞെടുത്ത്, ബന്ധുമിത്രാദികൾ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത്, ഉയർപ്പിന്റെ ശക്തിയാ ചിലത് തെളിയിക്കാൻ നീ തല ഉയർത്താൻ പോകുകയാ. ദൈവദാസനെ നീ തല ഉയർത്താൻ പോകുകയാ. ആളുകൾ നിന്നെ താഴ്ത്തി അടക്കവുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശക്തിയുടെ അധികാരങ്ങൾ ഇന്നു രാത്രിയിൽ ഉയർപ്പിന്റെ ശക്തിയാൽ ദേശത്ത് തല ഉയർത്തി അവന്റെ വചനവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതിന് ഒരധികാരം ഇന്ന് രാത്രി നിന്നെ മേൽ ഇറങ്ങുന്നു. Oh, hallelujah, hallelujah, hallelujah. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മസാന്നിധ്യം ഞാൻ രുചിച്ചറിയുകയാണ്. നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പന്തലിൽ അനുഭവിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിൽ നിങ്ങൾ എത്രമാത്രം പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ദിവസങ്ങളിൽ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ദൈവസാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് അനുഭവിച്ചവനാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് കണ്ടവനാ. എല്ലാ ദുഷ്ടശക്തികളുടെ അധികാരങ്ങളും ഇന്ന് രാത്രിയിൽ തകർക്കപ്പെട്ട് ഉയർപ്പിന്റെ ശക്തിയുള്ളവരാ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കപ്പെടുവാൻ. ശക്തി കൊണ്ട് give power and be powerful. Give power and be powerful. യേശുവിന്റെ നാമത്തിന്, യേശുവിന്റെ വാക്കിന്, യേശുവിന്റെ വചനത്തിന്, യേശുവിന്റെ വലങ്കരത്തിന്, യേശുവിന്റെ രക്തത്തിന്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഇന്ന് രാത്രി ശക്തി വിളിച്ചു പറയൂ. പറയട്ടെ. റിസീവ് ചെയ്തിട്ടേ അടങ്ങാവൂ. വിടുതൽ പ്രാപിച്ചിട്ടേ അടങ്ങാവൂ. ഒരു രോഗ വിഷയമായിട്ട് ഗ്രൗണ്ടിൽ നീ വന്നത്, വിടുതൽ പ്രാപിച്ചിട്ട് ഇവിടം വിട്ട് പോകാവൂ. യേശുവിന്റെ നാമത്തിൽ ചിലർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് എഴുന്നേറ്റോണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവശക്തിയുടെ അധികാരം വെളിപ്പെടാൻ പോകുക. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുക. രക്തത്താൽ വചനത്താൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പൈതലെ അത് നിന്നെ തൊടുകയാ. നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരു ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിൽ ഇറങ്ങുന്നു. അസാധാരണമായ ഒരു അഭിഷേകം ഈ ഗ്രൗണ്ടിന്റെ ഓരോ കോർണറിലും വെളിപ്പെടുകയാ. ഉയർപ്പിന്റെ ശക്തി ഓരോ ശരീരങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. വിടുതൽ പ്രാപിച്ചാട്ട് നിന്റെ കുടുംബത്തിൽ അത്ഭുത സിസ്റ്റർ, നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ഭവനത്തെ തൊടാൻ പോകുകയാ. ഉയർപ്പിന്റെ ശക്തി രണ്ടാമതിരിക്കുന്ന സിസ്റ്ററിനെ കർത്താവ് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അസാധാരണമായ അഭിഷേകം വെളിപ്പെട്ടിട്ട് ഇന്ന് രാത്രിയിൽ തകർക്കപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത് വ്യക്തികളുടെ നടുവിൽ നിനക്കൊരു നന്മ വരുന്നു. ജീവൻ ഇല്ലാത്ത ഇടത്ത ജീവൻ ഉരുവാകാൻ പോകുകയാ. കരങ്ങളെ തട്ടി ശക്തിയോടെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ വെളിപ്പെടട്ടെ. അതിന് തടസ്സമായി വെല്ലുവിളിക്കുന്ന പിശാചിന്റെ അധികാരങ്ങൾ വിട്ടുപോകട്ടെ. ഓ ഹല്ലേലൂയ. ദൈവദാസന്മാരെ കർത്താവ് തൊടട്ടെ. അസാധാരണ അഭിഷേകം. സംശയങ്ങളെ കർത്താവ് മാറ്റുന്നു. നാളെയെ കുറിച്ചുള്ള സംശയങ്ങൾ മാറട്ടെ. നാളത്തെ കുറിച്ചുള്ള സംശയങ്ങൾ മാറട്ടെ. എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചവർ നാളെ എന്താകുമെന്ന് ഭയപ്പെടുന്നത് പോലെ പോരാടിക്കുന്ന പോരാട്ട ശക്തികൾ, ഉയർപ്പിന്റെ ശക്തികൾ തകരപ്പെടാൻ പോകുകയാണ്. തട്ടി യേശുവിന്റെ രക്തം ഇപ്പോൾ തന്നെ ദൈവസാന്നിധ്യം വെളിപ്പെടുകയാ. നിങ്ങളുടെ അടുക്കലേക്ക് എനിക്ക് വരുവാൻ കഴിയുന്നില്ല എങ്കിലും ആത്മാവിൽ വിശ്വസിച്ചു. നിങ്ങളെ ആരോ തൊടുന്നത് പോലെ സർവശക്തന്റെ വലങ്കരം നിന്റെ തലമേ തൊടുന്നത് ആത്മാവിൽ രുചിച്ചറിയൂ സിസ്റ്റർ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുകയാ. ഓരോ വ്യക്തികളെയും തൊടുകയാ. അസാധാരണ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ദൈവദാസനെ ഇറങ്ങി വരികയാ. നിന്റെ ദർശനങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരു അഭിഷേകം, അത് ഉയർപ്പിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നു.
ആമേൻ 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 ആമേൻ. രാത്രി ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഉയർപ്പിന്റെ ശക്തി ബന്ധനങ്ങളെ തകർക്കും. ഉയർപ്പിന്റെ ശക്തി പോരാട്ടങ്ങളെ തകർക്കും. ഉയർപ്പിന്റെ ശക്തി നിന്റെ സംശയങ്ങളെ മാറ്റും. ഉയർപ്പിന്റെ ശക്തി മൂടി വെച്ചത് പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. ചില കുഞ്ഞുങ്ങളെ ഇതിന്റെ നടുവിൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ചില കുഞ്ഞുങ്ങളെ ഇതിന്റെ നടുവിൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഉയർപ്പിന്റെ ശക്തിയുടെ അധികാരത്താൽ പൈതങ്ങൾ ഇതുവരെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്ത പൈതങ്ങളുമേ അന്യഭാഷയോടെ ആത്മനിറവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വരികയാ. പ്രാപിക്ക 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 ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ തന്നെ പ്രാപിക്കട്ടെ. ഉയർപ്പിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത് ശക്തരാക്. 5 വിധ ശക്തികളെയും ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി നിനക്ക് വേണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ടെന്ന് അറിയാൻ പരിശുദ്ധാത്മ ശക്തി വേണം. യേശുവിന്റെ വാക്കിന്റെ ശക്തി കൊണ്ടെന്ന് അറിയാൻ പരിശുദ്ധാത്മ ശക്തി വേണം. പരിശുദ്ധാത്മ ശക്തിയുള്ളവൻ വിളിച്ചു പറയും അവന്റെ വലങ്കരത്തിനു ശക്തിയുണ്ട്. പരിശുദ്ധാത്മ ശക്തി ഉള്ളവൻ വിളിച്ചു പറയും അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പരിശുദ്ധാത്മ ശക്തിയുള്ളവൻ വിളിച്ചു പറയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശക്തിയുണ്ട്. നിന്റെ ഫോക്കസിനെ മാറ്റുന്ന, നിന്റെ ചിന്തകളെ മാറ്റുന്ന, ഉലക ദർശനം തരുന്ന അന്ധകാര ശക്തികളെ മറികടക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന് ശക്തി കൊടുത്ത് ശക്തി കൊടുത്ത് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആരും പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാതെ പോകരുത്. ആത്മാവിൽ കർത്താവ് തൊടുകയോ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കാമോ അങ്ങനെ ആരാധിക്കൂ. ദൈവശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധാത്മ ശക്തി ഒരു പിന്മാരിയുടെ അഭിഷേകമാണ്. ഒരു പിന്മാരിയുടെ അഭിഷേകമാണ് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വരികയോ. കരം തട്ടണമോ കരം തട്ട്. എഴുന്നേറ്റ് നിൽക്കണമോ എഴുന്നേറ്റ് നിൽക്ക്. സ്തോത്രം പറയണോ സ്തോത്രം പറയൂ. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണമോ ആരാധിക്കും. ഒരു പരിധികളുമില്ല, പരിമിതികളില്ല. ഇന്ന് രാത്രി ചിലർ എഴുന്നേൽക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ വിടുതൽ സംഭവിക്കുകയാ. ചില രോഗികൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്നു. ചില രോഗികൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയോട് എഴുന്നേൽക്കട്ടെ. ആത്മശക്തിയോട് എഴുന്നേൽക്കട്ടെ. രക്തത്താൽ വചനത്താൽ കരങ്ങളെ അടിച്ച് ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി രാത്രിയിൽ ഇറങ്ങി വരട്ടെ. ദൈവശക്തി ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരട്ടെ. ദൈവശക്തിയുടെ അധികാരം ഈ ഗ്രൗണ്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയോ. കർത്താവ് നിങ്ങളെ തൊടുകയോ. കർത്താവ് നിങ്ങളെ തൊടുകയോ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. ആമേൻ 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 ആമേൻ. ശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. രോഗബന്ധനങ്ങളെ തകർക്കുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. പരാജയങ്ങളെ വിജയമാക്കുന്ന ദൈവശക്തികളുടെ അധികാരം ഇറങ്ങട്ടെ. ഇപ്പോൾ ഭൂതവരാജം വൈഡവരാജം അർത്ഥവനം ഭീമന്ധവനം വൈഡാരകനം സകരാജന വൈഡകര അത്ഭുതരക്ഷക സൈനകരാൽ വേദനകര ശൈലാര ഭീമന്ധവരാ ഭയങ്കര തുറക്കട്ടെ. രോഗശാന്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ വിടുതൽ. അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്രദർ കർത്താവ് തൊടുകയോ. ബ്രദർ നിങ്ങളെ കർത്താവ് തൊടുകയോ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കർത്താവ് തൊടുകയോ. അസാധാരണമായ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തെ രൂപം മാറ്റിയെടുക്കുന്ന ഉയർപ്പിന്റെ ശക്തി. ആമേൻ 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 ആമേൻ. ചൂതരകറ്റം പൈതലരാജം ഭക്തുതരാജം നികരേരക രക്ഷക സന്ദേ നികലപ്രവയം അടകക്ഷക രാജുലക്ഷക സൈനകര ഹല്ലേലൂയ ഈകച്ചാല ഏലാരാജ അക്ഷുമനാജ ഈവലവലവ ശൈനക. കുഞ്ഞുങ്ങളൊക്കെ ശക്തിയോട് ഇപ്പോൾ തന്നെ വിടുതൽ നടക്കട്ടെ. ചില പ്രവാചകന്മാരെ ഇതിന്റെ നടുവിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഈ മകനമേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങുന്നു. അസാധാരണമായ ഒരു അഭിഷേകം ഇവന്റെ പേരിൽ രാത്രിയിൽ ഇറങ്ങുകയാ. ഈ കുടുംബത്തിന്മേൽ രാത്രിയിൽ ഇറങ്ങുകയാ. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ.
അഭിഷേകത്തോട് ദൈവശക്തി ഇറങ്ങട്ടെ. അസാധാരണമായ അഭിഷേകത്തോട് ഇതുവരെ പ്രാപിക്കാത്ത ദൈവശക്തിയുടെ അധികാരം യേശുവിന്റെ നാമം, യേശുവിന്റെ 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 പ്രത്യേക അനോയിന്റി ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ, ഇപ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ റിസീവ് ചെയ്യൂ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിന്റെ ഭാവി ജീവിതത്തിൽ അത്ഭുത വഴികൾ കർത്താവ് തുറക്കാൻ പോകുകയാണ്. നിന്റെ ഭാവി ജീവിതത്തിനാൽ അത്ഭുത വഴികൾ ദൈവം തുറക്കാൻ പോകുന്നു. അതിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനം ഇപ്പോൾ തന്നെ അഴിയട്ടെ. ഇതുവരെ പ്രാപിക്കാത്ത ഒരു പുതിയ അഭിഷേകം, ഇതുവരെ പ്രാപിക്കാത്ത ഒരു പുതിയ അഭിഷേകം, ദൈവശക്തിയുടെ അധികാരം ഇന്നുവരെ പ്രാപിക്കാത്ത ഒരു പുതിയ അഭിഷേകം, അസാധാരണ അഭിഷേകം. ഒരധികാരം കൈമാറ്റം. രോഗികൾ സൗഖ്യമാകട്ടെ. രോഗത്തോട് വന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഇറങ്ങി വരട്ടെ. വിടുതൽ, വിടുതൽ, വിടുതൽ. നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ പോകുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നു. നീ ഉടയ്ക്കപ്പെട്ടവനാ, ദൈവം നിന്നെ പണിതെടുക്കുക. നീ തള്ളപ്പെട്ടവനാ, ദൈവം നിന്നെ പുതുക്കിയെടുക്കാൻ പോകുകയാ. നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടത് റിസീവ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ദൈവദാസിമാരെ കൊണ്ടുവരട്ടെ. ദൈവദാസിമാരുടെ ദൈവശക്തി ഇറങ്ങട്ടെ. ഇതുവരെ പ്രാപിക്കാത്തൊരു അഭിഷേകം, ഇതുവരെ പ്രാപിക്കാത്തൊരു അഭിഷേകം, ഇതുവരെ പ്രാപിക്കാത്തൊരു അഭിഷേകം, ഇതുവരെ പ്രാപിക്കാത്തൊരു അഭിഷേകം. ദൈവശക്തി അഭിഷേകശാലയ്ക്ക് നിറച്ചിടുക, ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകശാലയ്ക്ക് നിറച്ചിടുക, ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, ശക്തികളെ
രാത്രി എത്ര പേർ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്? എത്ര പേർ പുത്തൻ അഭിഷേകത്തെ പ്രാപിച്ചിട്ടുണ്ട്? എത്ര പേർ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്? എത്ര കുഞ്ഞുങ്ങൾ രാത്രിയിൽ പുതിയ അഭിഷേകത്താൽ നിറഞ്ഞിട്ടുണ്ട്? അവർ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു. അവന്റെ നാമത്തിന് നന്ദി പറയൂ. അവന്റെ നാമത്തിന് നന്ദി പറയൂ. ചില രോഗികൾ ഇതിന്റെ നടുവിൽ സൗഖ്യമായിട്ടുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മ ശക്തി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ രാത്രി എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? കർത്താവേ, നീ എന്നെ തൊട്ടതിനാൽ നന്ദി എന്ന് പറയും. കർത്താവേ, നീ എന്നെ സ്പർശിച്ചതിന് നന്ദി പറഞ്ഞു പറയും. ഞാൻ ശക്തി തരുവാൻ തയ്യാറാണെന്ന് പറയൂ. നിന്റെ ശക്തിയെ പ്രഘോഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയൂ. എന്ന് രാത്രിയിൽ എനിക്കും എന്റെ കുടുംബത്തിനും ശക്തി പ്രാപിക്കണമെന്ന് പറയൂ. അവർ ഒരിക്കൽ കൂടെ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസത്തോടെ നന്ദി പറയാം. എല്ലാവരും കരങ്ങളെ തട്ടി ശക്തിയോടെ നന്ദി പറഞ്ഞാൽ, ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. ദയവായി സ്ഥലങ്ങളിൽ ശാന്തമായി നമ്മുടെ കണ്ണുകളെ ദൈവസനടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദയവായി ആശീർവാദം പറഞ്ഞ സമയത്ത് മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് പോകാവൂ. ഇന്ന് രാത്രി വലിയ ആത്മസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, ആ വലിയ കൃപ ഇന്ന് രാത്രി അനുഭവിച്ച ദൈവമക്കൾ അമ്മ മൗനമായിരിക്കാതെ വേണം. പ്രത്യേക ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മേൽ സ്വർഗത്തിലെ പോലെ പകർന്നല്ലോ. ഹല്ലേലൂയ! അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ സ്വർഗം പകർന്നു. കർത്താവിന്റെ ശക്തിയോടുകൂടെ ഈ രാത്രി സ്വർഗം ഉപയോഗിച്ചു. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ, സകല മഹത്വത്തിനും സകല മാനത്തിനും യോഗ്യനായ ദൈവത്തെ ഇന്ന് പാൽക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഗ്രൗണ്ടിന്മേൽ അനുഭവിപ്പാനായിട്ട് കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിന്റെ ദാസനെയും പ്രിയ കുഞ്ഞിനെ ശക്തിയോടുകൂടെ ദൈവാത്മ ഉപയോഗിച്ച് ഒരു പ്രത്യേകമായ അഭിഷേകത്തോട്, പ്രത്യേക നിയോഗത്തോടുകൂടിയാണ് ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മേൽ അയക്കുവാനായിട്ട് ഇടയെത്തുന്നത്. ദൈവദാസനെയും കുടുംബത്തെയും നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നൽകുന്ന അനുഗ്രഹ ദൈവദാസനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു നല്ല ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. സമസ്ത വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ആയൂർ സെൻട്രൽ പാസ്റ്റർ വർഗീസ് മത്തായി മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ പ്രൈസ് സെഷൻ അവസാനിപ്പിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ പിതാവേ, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾ ബലഹീന മനുഷ്യരാണ്, ഞങ്ങൾ വെറും സാധാരണക്കാരാണ്. എന്നാൽ ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിക്കായി, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി, ഞങ്ങളെ പുത്രന്മാരും പുത്രിമാരും ആക്കി തീർത്തിയ അവിടുത്തെ കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ഞങ്ങളങ്ങ് വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ വലങ്കരത്തിൻ്റെ ശക്തി ദൈവമേ, ഇന്ന് രാത്രികാലം വ്യത്യസ്ത നിലകളിൽ ഞങ്ങളുടെ മേൽ പകരപ്പെടുന്നതായ ദൈവശക്തിയെക്കുറിച്ചും അതിൻ്റെ വ്യാപാരത്തെക്കുറിച്ചും അതുമൂലം ലഭിക്കുന്ന വിടുതലിനെക്കുറിച്ചും ഞങ്ങളോട് സംസാരിക്കുവാൻ അങ്ങയുടെ അഭിഷക്തനെയും പ്രിയ പൈതലിനെയും ദൈവം ഉപയോഗിച്ചതായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, വചനം ഉൾക്കൊണ്ട് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കഴിഞ്ഞ രാത്രികളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷേകത്തിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിശക്തമായി ഉപയോഗിച്ച പ്രിയ പൈതലിനെ ശക്തമായി ഉപയോഗിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രിയ മക്കൾ ഇവിടെ വചനം പ്രസംഗിച്ചപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായി അത് ഈ പന്തലിൻ കീഴിൽ മാത്രമല്ല, ഈ ദേശത്ത് മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത ഇടങ്ങളിലും വലിയ വിടുതലായി ദൈവം അയച്ചിരിക്കുകയാൽ ആ വിടുതലിന്റെ സാക്ഷ്യം വരും ദിവസങ്ങളിൽ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുകയും ഞങ്ങളങ്ങ് വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, വീണ്ടും അനേകായിരങ്ങൾക്ക് പ്രയോജനം
പ്രയോജനമുള്ളവരായി നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിലനിർത്തണമേ. അനേകരുടെ വിടുതലിനും അനേകരുടെ നീതീകരണത്തിനും അനേകരെ ദൈവകൃപയിൽ ഉറപ്പിക്കുന്നതിനും കർത്താവേ അത് മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവം ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ശുശ്രൂഷകളിൽ പങ്കാളികളായ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ യോഗം ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ പ്രിയദാസനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ കർത്താവേ. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 27 വർഷമായി അനുഗ്രഹീതമായ രീതിയിൽ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ഇത് ദർശനമായി ഉള്ളിൽ കൊടുത്ത് അത് സാക്ഷാത്കാരണത്തിന് വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ അങ്ങയുടെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയലിനായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ ദാസനെയും കുടുംബത്തെയും കൂട്ടുപ്രവർത്തകരെയും എല്ലാ ദൈവമക്കളെയും ഈ സെന്ററിലുള്ളതായ എല്ലാ സഭകളെയും ബൈബിൾ സെമിനാരിയെയും കിളിമാനൂർ ഏരിയയെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങളുടെ വരവേറ്റം ആസന്നമായിരിക്കുകയാണ്. ഒരാളെ കൂടെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ, നിരന്തരമായി അധ്വാനിപ്പാൻ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ, ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, നരകത്തെ ശൂന്യമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ നിറയ്ക്കുന്ന ആ മഹത്തായ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകുവാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചാട്ട് ദൈവകരങ്ങളിൽ തുറന്നുള്ള ദിവസങ്ങളിലെ എല്ലാ യോഗങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരവ് താമസിച്ചാൽ നാളെ ഇതിന്റെ ഇരട്ടി ആളുകൾ കടന്നു വരുവാൻ, ഇന്ന് പകർന്നതിന്റെ അനവധി മടങ്ങ് അഭിഷേകം ഇവിടെ പകരപ്പെടുവാൻ, വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവമേ അങ്ങ് കൃപ ചെയ്യണമേ. അതിനായി ഞങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഓരോ സെഷനെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അടുത്ത 2 രാത്രികളിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ അങ്ങനെ അഭിഷേകത്തിനെ ക്ഷേമത്തോടെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും നന്ദി 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 അപ്പച്ച. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ട് സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും വിശിഷ്യ അടുത്ത ദിവസങ്ങൾ നടക്കുന്നതായ നമ്മുടെ കൺവെൻഷന്റെ എല്ലാ യോഗങ്ങളോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ വർഷവും നടന്ന 27ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ശക്തമായ ദൈവവചന ശുശ്രൂഷയും ആത്മീയ ആരാധനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും വിടുതലായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആത്മീയമായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 944-723-6281. മിസ്റ്റർ സാംസി ഡാനിയൽ 944-7766-316. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.